ഈ കമന്റ് ഇട്ടവന്മാര്, ഇത് വിറ്റവര്, ഇത് കണ്ടവര്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖടക്കം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വയനാടൻ വ്ളോഗർക്ക് സംഭവിച്ചത്. അമ്മൂസ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ഫോട്ടോ പങ്കുവച്ചു. ഇതേ തുടർന്ന് ഇപ്പോൾ ഈ കുടുംബം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സഹിക്കാൻ കഴിയാത്ത കാര്യം തന്നെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്നറിഞ്ഞതിലേറെ കൗതുകമുണ്ടാകും. 17ഉം 16ഉം വയസ്സുള്ള ചെറിയ പൊടി മക്കളാണത്രേ ഇത്തരം പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഓരോ വീഡിയോ കമന്റ് ബോക്സിലും വന്ന് ലീക്ക്ഡ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിഞ്ഞാൽ ആകെ ഞെട്ടിത്തെറിക്കുകയല്ലാതെ വേറെ വഴിയില്ല. എന്നാൽ ഇത്തരക്കാരായ കുട്ടികൾ ആരാണെന്ന് ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ അടുത്തേക്ക് പോയി ഈ കാര്യത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളെ ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് കുടുംബം പഠിപ്പിക്കുന്നതെന്നും ഈ കാര്യം ഒരിക്കലും പുറത്തറിയരുതെന്നും നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ മറ്റു അശ്ലീല 4 വീഡിയോയും ഇവർ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നു. ഇത് കണ്ടവരാണ് ഇവരുടെ വീഡിയോ കമന്റ് ബോക്സിൽ ലീക്ക്ഡ് എന്ന് കമന്റ് ചെയ്യുന്നത്. എന്നാൽ ഇനി ലീക്ക്ഡ് എന്ന് കമന്റ് ചെയ്യുന്നവരെ കണ്ടെത്താൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതണ്ട എന്നും ഇവരെ കണ്ടെത്തുകയാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് ലൈവ് ഇട്ടുകൊണ്ട് കയറി വരുമെന്നാണ് കുടുംബം പ്രതികരിച്ചത്. ഒരു ഫോട്ടോ ആണ് ഈ കാര്യങ്ങളൊക്കെ വരുത്തി തീർത്തത്. ഇത്തരം വീഡിയോയുടെ മുന്നിൽ ഇത്തരം ഒരു ഫോട്ടോ വെക്കണമെങ്കിൽ ആ ഫോട്ടോയിൽ എന്താണ് പ്രധാനമായിട്ടുള്ളതെന്നാൽ ഇദ്ദേഹം ആ വേളയിൽ ഷർട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മാറത്തേക്ക് ചാഞ്ഞു കിടക്കുന്ന അമ്മൂസും. ഈ വേളയിൽ ഇത്തരമൊരു വീഡിയോക്ക് ഹെഡിങ്ങിൽ ഈ ഫോട്ടോ കൊടുക്കാൻ മറ്റുള്ളവർക്ക് തോന്നിയത് അത്തരത്തിലുള്ള ഒരു ഫോട്ടോ നിങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ചത് കൊണ്ടല്ലേ. ഇത് നിങ്ങളുടെ കയ്യിൽ നിന്നും വന്ന ഗുരുതര പിഴവ് തന്നെയാണ്. മാന്യമായി വസ്ത്രം ധരിച്ചുള്ള ഒരു ഫോട്ടോ ഇത്തരം സാഹചര്യത്തിൽ ചൂഷണം ചെയ്യാൻ ആരും തിരഞ്ഞെടുക്കില്ലല്ലോ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം തന്നെയാണിത്. മേലാൽ ഇത്തരം അനാവശ്യതരമായിട്ടുള്ള ഫോട്ടോകൾ നിങ്ങൾ പങ്കുവെക്കാതിരിക്കുക. അതിൻ്റെ പിന്നിലൂടെ വരുന്ന ഭവിഷ്യത്ത് ഇങ്ങനെയായിരിക്കും. എന്തായാലും ഇതിലെ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിയമപരമായി തന്നെ പണി നൽകുമെന്ന് ഈ കുടുംബം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഒരു പെണ്ണിനെ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നത് 2 വർഷം തടവ് കിട്ടുവാനുള്ള പ്രവൃത്തിയാണെന്നും ഇദ്ദേഹം ഈ വേളയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ എത്തിയപ്പോ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചു. നമുക്ക് അത് ആദ്യം കാണിച്ചു. ഞങ്ങളത് ഒളിച്ചും പാത്തും കൊണ്ടു നടന്ന ഫോട്ടോ ഒന്നുമല്ല. ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത്. ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ 4 വീഡിയോ, അത് ആരുടെ ഒരു വീഡിയോ ആണ്, ഞങ്ങളുടെതല്ല. ഞങ്ങളുടെ 2 പേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞാൽ അത് ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ, അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് അത് ഞങ്ങളുടെതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോൾ എന്താ ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതിൽ. ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് ആ ഒരു വോയിസ് കേൾപ്പിക്കാം. ഒറ്റ വോയിസ് കേൾപ്പിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ വിൽക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനൊക്കെ ചെയ്യുന്നത്? ചില ആൾക്കാർ പറയാം, ഇത്ര ലക്ഷം കൊടുത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് ലോൺ എടുത്താൽ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പുറത്തറിഞ്ഞ എന്റെ വീട്ടുകാർ അറിഞ്ഞ എനിക്ക് പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ ചെറിയ ചെക്കന്മാരി പറയുന്നത്. ഒരുപാട് അക്കൗണ്ടുകൾ വന്നിട്ട് എല്ലാം ഫേക്ക് ഐഡിയ, വീഡിയോ ലീക്ക്ഡ്. ഒറ്റ കാര്യം പറയും, മേലെ എന്റെ വീഡിയോയുടെ അടിയിലോ വന്ന് ലീക്ക്ഡ് കോപ്പ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്, ആരാണോ കമന്റ് ഇടുന്നത് അവന്റെ വീട്ടിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ കയറി വരും. ഒറ്റ കാര്യം പറയും, മേലെ എന്റെ വീഡിയോയുടെ അടിയിലോ വന്ന് ലീക്ക്ഡ് കോപ്പ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്, ആരാണോ കമന്റ് ഇടുന്നത് അവന്റെ വീട്ടിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ കയറി വരും.